ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റിനോവേഷൻ പ്രോജക്റ്റിൻ്റെ വീക്ക് 4 ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ആഴ്ച എന്താ ചെയ്യുന്നതെന്ന് ഞാനൊരു ഓവർവ്യൂ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കാർപ്പറ്റ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഒത്തിരി പൊടികളുണ്ട് ഈ കാർപ്പറ്റിൻ്റെ അടിയിൽ. അപ്പം ഈ കാർപ്പറ്റ് എടുത്തിട്ട് ആ പൊടികളെല്ലാം നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ നമുക്ക് ഈ വോളിലെല്ലാം ഇഷ്ടം പോലെ പാച്ചസ് കിഴുത്തുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് നേരെയാക്കണം. അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച ചെയ്യാനുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ. നിങ്ങൾ ഈ കാർപ്പറ്റ് മടക്കുമ്പം തന്നെ നമ്മുടെ എങ്ങനെയാണ് ഈ കാർപ്പറ്റ് നമ്മൾ സ്കിപ്പ് ഇടുന്നതെന്നും കൂടെ ഓർക്കുക. ആ രീതി വേണം ഇത് മടക്കാൻ. നോർമൽ റെഗുലർ സ്കിപ്പാണെങ്കിൽ നിങ്ങൾ അത് മുറിച്ചിടുന്നതായിരിക്കും നല്ലത്. അതേസമയം നമ്മൾ മറ്റേ റബ്ബിഷ് റിമൂവൽ വലിയ വണ്ടിയിലാണെങ്കിൽ ഇത് ചുരുട്ടി പകുതിക്ക് മുറിച്ചിട്ട് ചുരുട്ടി എടുത്താൽ അവർക്കത് അവരുടെ റബ്ബിഷ് റിമൂവൽ വണ്ടിക്കകത്ത് കയറ്റാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെനിക്കറിയത്തില്ലായിരുന്നു. ഇത് കളഞ്ഞപ്പോഴാണ് എനിക്കത് അവർ പറഞ്ഞതാണ് ഈ ഐഡിയ. നമ്മൾ കാർപ്പറ്റും അതിൻ്റെ അടിയിലുള്ള അണ്ടർലൈൻ ഇളക്കിയിട്ടുണ്ട്. ചില സാധനങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുക, അതിനൊരു സ്ക്രൈപ്പർ എടുത്ത് തന്നെ ഇളക്കണം. ഇതൊരു 10 മിനിറ്റ് എടുത്തുള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല പൊടിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും. ഇതൊരു 10 മിനിറ്റിൻ്റെ പണിയേ എടുത്തുള്ളൂ. ഇത് പഴയ കാർപ്പറ്റൊക്കെയാണ്. 10 മിനിറ്റേ എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വാക്യൂം ക്ലീനർ വേണം. ഇവിടെ നമ്മൾ എനിക്ക് ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ചെറിയ ഐറ്റംസ് ഇതിനകത്ത് കയറുന്നുള്ളായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ വലിയ ഐറ്റങ്ങളെല്ലാം മാനുവലി തൂത്തെടുക്കുമായിരുന്നു. ശരിക്കും ഒരു ഇതുപോലത്തെയുള്ളൊക്കെ ടാസ്കിന് ഇച്ചിരി വലിയ വാക്യൂം ക്ലീനർ കിട്ടും. ബിൽഡേഴ്സ് വാക്യൂം ക്ലീനറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടികളൊക്കെ ഇത്രയും പറക്കത്തില്ല. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് നല്ല മാസ്കാണ്. ഈ മാസ്ക് കുഴപ്പമില്ല, എന്നാൽ എനിക്ക് തോന്നുന്നു വേറെ ഇതിലും നല്ലൊരു മാസ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം. കൂടെ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ മാസ്കിനകത്തും കൂടെ വെക്കുകയാണെങ്കിൽ അത്രയും പൊടി ഒട്ടും കയറത്തില്ല. ആ രീതിയിൽ വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ ഇത്രയും പൊടികളുടെ കൂടെ ഈ ഇഷ്ടം പോലെ ആണികളും അതുപോലെ തന്നെ ഇതും ഉണ്ടായിരുന്നു, അതായത് സ്റ്റേപ്ലറും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്ത് കളയാന്ന് പറഞ്ഞാൽ നല്ല പാടായിരുന്നു. അപ്പോൾ ഓരോ ആണി എടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറിൻ്റെ പണി എടുത്തു ഇതെല്ലാം മാറ്റി. ഒരു ലെവൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ് ഇത്രയും പൊടികളൊക്കെ മാറ്റാൻ ഒരു 3 മണിക്കൂർ തന്നെ ആണിയും എന്നാൽ സ്റ്റേപ്ലർ മൊത്തം മാറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പരുവത്തിലാക്കാൻ ഏകദേശം 3 മണിക്കൂർ എടുത്തു. നമ്മൾ ഈ കാർപ്പറ്റ് എല്ലാം ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാമല്ലോ, അതിൻ്റെ അടിയിൽ നിറച്ച് പൊടിയായിരുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മളതെല്ലാം ഫസ്റ്റ് കുറേ വലിയ ഈ പ്ലാസ്റ്റർ അതിൻ്റെ വലിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പൊടിയുടെ സെഷൻ ആയപ്പോഴാണ് വാക്വം ചെയ്തത്. അപ്പം അത് കൂടാതെ തന്നെ ഒരു സെറ്റ് ആണികളുണ്ടായിരുന്നു. അത് മാക്സിമം ആണിയും പിന്നെ ഈ കാർപ്പറ്റിൻ്റെ സ്റ്റേപ്ലർ കുറേയൊക്കെ ഇളക്കി. സ്റ്റേപ്ലർ കുറച്ച് പെൻഡിങ് ഉണ്ട്, അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഓവറോൾ ഒരു ബേസിക് ഫ്ലോർ ക്ലീനിങ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ വോളിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫെയറിയിട്ട് മിക്സ് ചെയ്ത സോപ്പ് വാട്ടറാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇന്ന് പോകുന്നതിന് മുന്നേ നല്ല ക്ലിയർ വാട്ടർ ഇട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് വിടുകയാണ്, ഒന്ന് കഴുകി വിടാൻ പോവുകയാണ്, ഒന്ന് സോക്ക് ചെയ്ത് വിടുക. കാരണം സോപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പെയിൻറ്റുമായിട്ട് അത്രത്തോളം പിടിക്കുമെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു കാര്യം കൂടെ ഇന്ന് നമ്മൾ പോകുന്നതിന് ഇപ്പുറം ചെയ്യുകയാണ്. മറ്റേ മുറിയിലും, ഈ കുഞ്ഞു മുറിയിലും ഈ മുറിയിലും ഞാൻ ഇത് സോക്ക് ചെയ്യാൻ പോവുകയാണ് ക്ലിയർ വാട്ടർ വെച്ച്. കുഞ്ഞു മുറിയിലെ ഫ്ലോറിങ് മാറ്റിയിട്ടില്ല. അത് ഒന്നുകിൽ നാളെയോ വല്ലതും ചെയ്യാം, സമയം കിട്ടുന്ന പോലെ. ഇപ്പം ഇന്ന് ഇത്രയാണ് ചെയ്യാൻ വിചാരിക്കും. നമ്മൾ എത്ര ചെയ്താലും ഇവിടുത്തെ പൊടികളൊന്നും മാറുന്നില്ല. ഇത്രയും, അതായത് ഈ വോളിൽ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്ലോറിലും കൂടെ കുറച്ചൊന്ന് സോക്ക് ചെയ്തു. ഈ നനഞ്ഞ വെള്ളം ഇട്ടൊന്ന് തുടച്ചു ആ പൊടിയെല്ലാം ഒന്ന് അമങ്ങാൻ. എന്നിട്ടും ഇത്രയും ചെയ്തിട്ടും വലിയ വ്യത്യാസം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മൾ ഇപ്പം ഫ്ലോറിംഗ് എല്ലാം എടുത്തു. ഇനി ഇവിടെ കുറച്ച് ഇങ്ങനത്തെ പാച്ചസ്, ഇത് കിഴുത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യണം. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതെല്ലാം ഒന്ന് ലെവലാക്കണം. അപ്പം മെയിൻലി അതുപോലെ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈ സ്കർട്ടിംഗ് ബോർഡിൻ്റെ അടിയിലെല്ലാം ബ്രിക്കി കാണാം. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനായിട്ട് മെയിൻലി ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു PVA എന്ന് പറഞ്ഞ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊടിയെല്ലാം ആ സ്ഥലങ്ങളിലെല്ലാം പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഈ PVA അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രൈമറാണ്. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അത് നല്ല ഒട്ടുന്ന ലെവലാകുമ്പോഴത്തേന് ഒരു ബോണ്ടിങ് പ്ലാസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബ്രിട്ടീഷ് ചിപ്സും ആ പ്രോഡക്റ്റ് ഞാൻ അന്നേരം കാണിക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് ഇതെല്ലാം ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ ലെവലിലാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇത് ചെറിയൊരു ഹോളായിരുന്നു. പക്ഷേ നമ്മളൊന്ന് കൈ കൊണ്ട് തൊട്ടാൽ തന്നെ ഈ പ്ലാസ്റ്ററുകളെല്ലാം ഇളകി വരും. ഇതെല്ലാം ലൂസ് പ്ലാസ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ചുമ്മാ ബോണ്ടിങ് കോട്ട് ഇട്ടിട്ട് കാര്യമില്ല. ഇത് നല്ല ഒരു പിടുത്തം വരുന്നിടം വരെ നമ്മൾ ആദ്യം ഇളക്കണം. അപ്പം PVA ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് കൈ വെച്ച് നോക്കിയപ്പോഴാണ് ഇതെല്ലാം ഇളകി വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. അത് ഞാൻ അധികം ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഇളകി വരികയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ, ഇത് ആദ്യം ഒരു ചെറിയ ഹോളായിരുന്നെങ്കിൽ അവസാനം ഈ ലൂസ് പ്ലാസ്റ്റർ എല്ലാം ഇളക്കി കഴിയുമ്പോഴത്തേന് അത്യാവശ്യം വലിയൊരു ഹോളായി ഇത് മാറും. നമ്മൾ PVA മിക്സ് ചെയ്യുമ്പം ഈ പൊടികൾ മാക്സിമം തുടച്ച് കളയാമെങ്കിൽ നല്ലതാണ്. PVA ഉണ്ടെങ്കിൽ അത്യാവശ്യം പൊടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പൊടികളൊക്കെ തൂത്ത് കളയുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടോ, ആ ചെറിയ ഒരു ഗ്യാപ്പായിരുന്നു. പക്ഷേ ബാക്കി എല്ലാം ഇങ്ങനെ തൊട്ടപ്പം തന്നെ അതാ താഴോട്ട് വീഴുവാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇളക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നു നേരത്തെ എന്തോ നനയോ എല്ലാം ചെയ്തായിരിക്കും. അത്ര ബലമുള്ള പ്ലാസ്റ്റർ അല്ലായിരുന്നു. അതുകൊണ്ട് ബാക്കി ഇവിടെയൊക്കെ ഓക്കെയാണ്, ഇളകുന്നില്ല. അപ്പം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നനവ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം അതും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ചെയ്യാം. അവിടെയും കൂടെ ഉണ്ടാകേണ്ട, കൈ തൊട്ടപ്പോഴാണ്. നമ്മൾ ഇപ്പം PVA മിക്സ് ചെയ്തിട്ടുണ്ട്. 4:1 ആണ്. 4 പാർട്സ് വാട്ടറും 1, അതായത് 4 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ PVA മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഈ ഏരിയസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ PVAയുടെ 1:4 ആണെന്നും അവർ അതിൻ്റെ ബോട്ടിലിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് അത്രയും അതിലും നമുക്ക് കുറച്ച് ഇതുപോലത്തെയൊക്കെ നല്ല പഴയ ബിൽഡിങ്ങൊക്കെ ആയതുകൊണ്ട് അതിലും കുറച്ചും കൂടെ കുറച്ച് മതി. അതായത് ഞാൻ അവസാനമൊക്കെ ആയപ്പോൾ 1:1 1:2 ആ രീതിയിൽ 50-50 ഒക്കെ തന്നെ ഇട്ടു. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഒട്ടൽ കിട്ടിയത്. അപ്പം മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ആ പരുവത്തിന് നിങ്ങൾക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ PVA അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂറായി. നമ്മൾ 2 കോട്ട് PVA ഇവിടെയും ഈ താഴെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണ്ടിങ് കോട്ടാണ്. അപ്പം ആ പ്രോഡക്റ്റ്, അതായത് ബ്രിട്ടീഷ് ജിപ്സം ബോണ്ടിങ് കോട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് 1:2 ആണ്. അതായത് 1 പാർട്ട് വാട്ടറിന് അതിൻ്റെ ഡബിള് നമുക്ക് ആ പൊടി എടുക്കണം. അതാണ്. പിന്നെ ഈ വേറൊരു ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കരണ്ടിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിന് ആവശ്യത്തിന് വേണ്ടി മാത്രം അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഡയറക്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നേരെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ ആദ്യം ഒരു ലെയർ തിൻ കോട്ടായിരിക്കും ഈ പാച്ചിൽ ചെയ്യുന്നത്. ഇതൊരു 2-3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കാണും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയ ലെയറായിട്ടൊന്ന് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാനാണ് നോക്കുന്നത്. എത്രത്തോളം നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം.
നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് ആ കരണ്ടി പിടിക്കുന്നതൊക്കെ തെറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരിയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് എന്നു പറഞ്ഞ് നമ്മൾ നിരാശരാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആദ്യത്തെ ഇതല്ലേ, കുറച്ച് അങ്ങോട്ട് ആകുമ്പോഴത്തേനും നമുക്കതിൻ്റെ കറക്റ്റ് ട്രിക്കൊക്കെ പിടികിട്ടും. അപ്പോൾ അത് ഞാൻ ആദ്യമേ പിടിച്ചത് കൈ തിരിച്ചായിരുന്നു. പിന്നെയാണ് അത് നമുക്ക് നമ്മുടെ കയ്യിലോട്ട് ആ പ്ലാസ്റ്റർ ഒട്ടണം. ഇത് കുറേ നേരം നമ്മൾ എടുക്കുമ്പോൾ കുറേ താഴെ പോകും. അത് പിന്നെ ഫാസ്റ്റ് കാണിക്കുകൊണ്ട് നിങ്ങൾ കാണാത്തതാണ്. ആദ്യം കുറച്ചൊക്കെ താഴോട്ട് വീണായിരുന്നു. പിന്നെ അത് നമുക്കൊരു ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊരുമാതിരി ടച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ ഫുള്ളല്ല. ഇത് ഈ പ്ലാസ്റ്റർ ചെയ്യുന്നത് നല്ല ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ആ താഴെ സ്കേർട്ടിംഗ് ബോർഡിൻ്റെ അവിടെ പ്ലാസ്റ്റർ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് നിന്ന് നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു പണി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ നല്ല കാലിന് നല്ല വേദന എടുക്കും. അതേ ഉള്ളൂ. അത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ അടുത്ത ദിവസം മുതൽ അത് ശീലമായിക്കോളും. നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് ഇത് നല്ലൊരു വലിയ ഒരു ഹോളായിരുന്നു. അത് ഞാൻ മറ്റേ ബോണ്ടിങ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിംഗ് ബോർഡിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ബ്രിക്ക് കാണാമായിരുന്നു. അത് ചുറ്റും 3 സൈഡും ഞാൻ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് പിന്നെയും കുറച്ച് ഈ മൂലയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടു. ഇത് മെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഇവിടെയും കുറച്ച് കാണാം. അപ്പോൾ ഞാൻ ഇതും കൂടെ അതുപോലെ ബോണ്ടിങ് കോട്ട് ഇട്ട് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ PVA അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ആവും. ഇനി നേരെ ആ നമ്മുടെ ബോണ്ടിങ് കോട്ടും കൂടെ പ്ലാസ്റ്ററും കൂടെ ഇട്ടിട്ട് അത് കഴിയുമ്പോൾ സ്കിൻ കോട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ്, ഒരു സൈഡ് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ പണികൾ കാണുന്നത്. ഈ ജനലിൻ്റെ മേളിൽ ഒട്ടും ലെവലല്ലായിരുന്നു. അപ്പം എനിക്ക് സ്കിം ചെയ്തത് അത്ര ലെവലാക്കി. ഇത് 2-3 സെൻറ്റിമീറ്ററിൻ്റെ ലെവൽ ഗ്യാപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബോണ്ടിങ് പ്ലാസ്റ്റർ തന്നെ ഇടുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ സ്കിം കോട്ട് ചെയ്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഞാൻ നേരത്തെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബോണ്ടിങ് കോട്ട് അവിടെ ഇടുന്നത്. പിന്നെ ആ മൂലയ്ക്കെല്ലാം നല്ല അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് അവിടെയും കൂടെ നമ്മുടെ ബോണ്ടിങ് പ്ലാസ്റ്റർ തന്നെ അങ്ങ് ഇട്ടു. അവിടെ വേണമെങ്കിൽ സ്കിം കോട്ട് ഇട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഏതായാലും എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇച്ചിരി എക്സ്ട്രാ ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് ആ ബോണ്ടിങ് പ്ലാസ്റ്റർ വെച്ച് തന്നെ അങ്ങ് ചെയ്യും. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോർണറും ആ ടോപ്പും പിന്നെ അവിടെ നേരത്തെ മേളിലത്തെ സൈഡിലെയും ബോണ്ടിങ് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വോളുകൾ തൽക്കാലം നമ്മൾ പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഈ പ്ലാസ്റ്റർ ബോർഡിൽ കുറച്ച് ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ഇതിന് പല മെത്തേഡുണ്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പ്ലാസ്റ്റർ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഉള്ള സെയിം പ്ലാസ്റ്റർ വെച്ചിട്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ഇതിന് ചുറ്റും നേരത്തെ PVA അപ്ലൈ ചെയ്തായിരുന്നു. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ PVA തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം വലിയ ഹോളായതുകൊണ്ടാണ് ഞാൻ നേരെ ബോണ്ടിങ് പ്ലാസ്റ്റർ ഇട്ടേ. എനിക്കൊന്ന് ഇത് നമുക്ക് പരിചയമില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോള് ഫില്ല് ചെയ്ത് നോക്കുന്നത്. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ബോണ്ടിങ് പ്ലാസ്റ്റർ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇത് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ ഗ്യാപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. 100% ഉറപ്പില്ല, എന്നാലും ഉള്ള പോലെ തോന്നുന്നത്. നമ്മൾ 2 എണ്ണം ഈ ബോണ്ടിങ് പ്ലാസ്റ്റർ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മെഷും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം കട്ടിയായിരിക്കും എന്നുള്ളത് ഒന്ന് സെറ്റായിട്ട് ഞാൻ പറയാം. ഫോം ഇട്ടും നമ്മൾ ഈ ഹോള് ഫോം ഇട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്നിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്തൊന്നും കൂടെ നോക്കാം ഇതിലേതിനാ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ളതെന്ന്. നമ്മുടെ കയ്യിലുള്ള ബോണ്ടിങ് പ്ലാസ്റ്റർ തീർന്നു. അപ്പോൾ ബാക്കി ഞാൻ ഈ ഫോം വെച്ചൊന്ന്
ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഫോം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് നല്ല കട്ടിയാവും. അപ്പം ആദ്യം ഇതിൻ്റെ അളവ് കൃത്യം അറിയാത്തതുകൊണ്ട് ഇട്ടത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബഡ്ജായി വരുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഈ പ്ലാസ്റ്റർ ബോർഡിൽ 2 രീതിയിൽ ഈ കിഴുത്തുകളൊക്കെ അടയ്ക്കുന്നത് ഞാൻ ചെയ്തായിരുന്നു. ഒന്ന് നമ്മുടെ ബോണ്ടിങ് പ്ലാസ്റ്ററും പിന്നെ ആ മെഷും ഉപയോഗിച്ചിട്ട് വെച്ചത്. ഇത് നല്ലോണം സെറ്റായി, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇത് രണ്ടും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കാണിച്ചത് ഈ ഫോം ഫില്ല് ചെയ്യുന്ന, ഇത് നല്ല ബലത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് കൂടുതലാണ് ഇട്ടത്. അപ്പം അഡീഷണൽ വരുന്നത് നമുക്കിത് കട്ട് ചെയ്ത് കളയാമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈസിയായിട്ട് കട്ടായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ നമ്മുടെ ലെയറിന് മേളിലുള്ളത് കട്ട് ചെയ്തിട്ട് സ്കിൻ കോട്ട് ചെയ്താൽ മതി എന്നാണ്. അപ്പം ഞാനത് സ്കിൻ കോട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫ്ലാറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ നോക്കാം. എന്തായാലും ഇതിന് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇനി ഉള്ള മെത്തേഡെന്ന് പറഞ്ഞാൽ ബോണ്ടിങ് കോട്ടും ഈ കിഴുത്തുകളും എല്ലാം ഞാൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്കിൻ കോട്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബ്രിട്ടീഷ് ജിപ്സം മൾട്ടി ഫിനിഷ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. നമ്മൾ മൾട്ടി ഫിനിഷ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം. മിക്സ് ചെയ്യുന്നത് പിന്നീട് ഒരിക്കൽ ഞാൻ ഇതുപോലെ വോളി ചെയ്യുവാണെങ്കിൽ കാണിക്കാം. ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് കോട്ട് ചെയ്യുന്നതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം കാണിക്കാം. നമ്മൾ കുറച്ച് ഈ പ്ലാസ്റ്റർ നമ്മുടെ ഇതിലോട്ട് എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തിയിട്ട് താഴോട്ട് പോകുന്നുണ്ടോ നോക്കണം. ഇങ്ങനെ താഴോട്ട് പോകാതെ നിൽക്കുമ്പോഴാണ് ഇത് കൺസിസ്റ്റൻ്റ് ആയെന്ന് ഉറപ്പ് വരുത്തുന്നത്. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇത് നമ്മുടെ നല്ല പെർഫെക്റ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വലത്ത് കൈയാണ്, അതുകൊണ്ട് ഞാൻ ഒരു ഇടത്ത് സൈഡിൽ നിന്ന് ചെയ്ത് വരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തുടങ്ങി ഈ സൈഡിലോട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ സെറ്റിംഗ് ടൈം ഏകദേശം 100-110 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കുറച്ച് എടുത്താൽ മതി. പ്ലസ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അടിയിലൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇടണം. ഇല്ലെങ്കിൽ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞാൻ ആദ്യം ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചാലും, പക്ഷേ ഞാൻ ആ ഡോർ ഉണ്ടായതുകൊണ്ട് എനിക്ക് മേളിൽ നിന്ന് കൈ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ഡോറിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് ഒന്നും ഇല്ലാത്തടത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വോളിൽ നിന്ന് തുടങ്ങണം. അത് ഇത്രയും വലിയ വോളിലും ചെയ്ത് തുടങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ സെറ്റിംഗ് ടൈമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡിലും ചെയ്യണം. അതായത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫസ്റ്റ് ട്രാവലും സെക്കൻഡ് ട്രാവലും ചെയ്യണം. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ട്രാവൽ തന്നെ ഒത്തിരി ടൈം എടുത്തു. അപ്പോൾ തന്നെ നമ്മുടെ ടൈം അനുസരിച്ച് ഇത് കട്ടിയായി തുടങ്ങും. അപ്പം അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ചെയ്യണം. ഇത് തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ വോളായിട്ട് അത് തോന്നും. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. അപ്പം മേളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം കാണാവുന്ന ഇടത്ത് സൈഡിലെ ആ ഡോറിൻ്റെ മേളിൽ നിന്ന് തന്നെ ആയിരുന്നു തുടങ്ങേണ്ടത്. പിന്നെ താഴെയൊക്കെ കുറച്ചൊക്കെ അവിടെ പോകുന്നുണ്ട്. അപ്പം ഇത് ഞാൻ രണ്ട് ലെയറാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് കോട്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് കോട്ട് നമ്മൾ ഫുൾ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെറ്റ് ട്രാവലിംഗ് ചെയ്യണം. അപ്പം ഈ ബ്രിട്ടീഷ് ജിപ്സം ബോണ്ട്, ത്രിഷൽ ബോണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം 2 ബോണ്ടിങ് പ്ലാസ്റ്ററും സ്കിൻ കോട്ട് ചെയ്യുന്നതിൻ്റെയും 2ൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് മിക്സിങ് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഇത് ഇവിടെ ഇട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ ഒരു ലെവലിൽ എത്തണം. അപ്പോൾ അതിന് ഇത്ര 1:2 എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്കത്
കൃത്യമായി എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. ഇനി ഭാവിയിൽ അത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൃത്യ അളവിൽ എടുത്ത് കാണിക്കാം. അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറാണ് ചെയ്യുന്നത്. അത് 100% കാണാൻ നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ നോക്കുമ്പോൾ ഇത്രയും വലിയ വോളായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് അതിനൊരു ലെവൽ കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുള്ള് ഒരു സ്കിൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മളത് അതിന് വെറ്റ് ട്രാവൽ, അതായത് നനഞ്ഞ ട്രാവൽ നനച്ചിട്ട് നിങ്ങളതൊന്ന് ഫ്ലാറ്റൻ ചെയ്യണം. അപ്പം ഇതിനെല്ലാം മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ മിക്സിങ്ങിലാണ്. മിക്സിങ് നല്ല സോഫ്റ്റ് നല്ല രീതിയിൽ വന്നാൽ ഇത് നല്ല ഗ്ലേസിങ്ങിൽ വരും. അപ്പം ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അത്ര ഗ്ലേസിങ്ങിലൊന്നും അല്ല. നിങ്ങൾക്കത് ദൂരെ നിന്ന് അത്ര മനസ്സിലാവുമെന്ന് തോന്നില്ല. എന്നാലും അതിൽ അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പം ഫസ്റ്റ് ട്രാവൽ ഞാൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് സെക്കൻഡ് കോട്ടിങ് തുടങ്ങുവാണ്. അപ്പം സെക്കൻഡ് കോട്ടിങ്ങും കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു വെറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ ചെയ്തതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ. നമ്മൾ ഇത് ചെയ്ത് വന്നപ്പം തന്നെ ഇരുട്ടി. വേറെ വഴിയില്ല. ചെയ്യുമ്പോൾ ഒരു വോൾ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. അപ്പം ഞാൻ ഇപ്പോഴും ഡോറിൻ്റെ മേളിൽ വിട്ടാണ് ചെയ്തേക്കുന്നത് സെക്കൻഡ് കോട്ടും. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇത് ലാസ്റ്റിലാണ് ആ സൈഡ് ചെയ്തത്. കാരണം എനിക്കവിടെ അതേ നിന്ന് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും കുറച്ച് സമയമെടുത്തെങ്കിലും അവസാനമായപ്പോഴത്തേന് അത്യാവശ്യം ഒരു 70% ഫ്ലാറ്റായിട്ട് തന്നെ വന്നാണ്ട് ആ സ്വിച്ചിൻ്റെ അവിടെയാണ് ഞാൻ കുറേ ബുദ്ധിമുട്ടിയത്. അവിടെയാണ് എനിക്ക് അവസാനവും ഞാൻ അവിടെ കുറച്ച് മിനുക്കോണി ചെയ്തതിൻ്റെ അതാണ് അവിടെ എനിക്ക് അവസാനം അത് ട്രൈ ആയപ്പോഴും ഇച്ചിരി അറിയാൻ പറ്റിയത്. നമ്മൾ ഈ വോള് ഫുള്ള് സ്കിം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ 100% പെർഫെക്റ്റ് ആയിട്ടല്ല, ഇത് തന്നെ ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പം കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് വേണം സ്കിം ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതാകുമ്പോൾ നമുക്ക് താഴോട്ട് എന്തെങ്കിലും വീണാലും അത് ക്ലിയർ ആവും. കാരണം ഞാനിവിടെ നേരത്തെ ചെയ്തപ്പം നേരെ താഴോട്ട് കുറച്ച് ഡ്രോപ്സ് വീണായിരുന്നു. അപ്പോൾ അതൊരു മിസ്റ്റേക്കായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഇത് എന്തോ ലെവലല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ സ്കിം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒന്നും കൂടെ ഒന്ന് ചെയ്തുകൊണ്ട് അത് നല്ലോണം അറിയാനുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇനി ഒന്ന് ചെറുതായിട്ടൊരു സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുന്നുണ്ട്. അന്നേരം ഇത് അഡ്ജസ്റ്റ് ആവും. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത് ലെവലിങ്ങിന് വേണ്ടിയല്ല സ്കിം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് എത്രയാണോ ലെവൽ ആ ലെവലേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് ലെവല് ചെയ്യണമെങ്കിൽ ഈ ബോണ്ടിങ് പ്ലാസ്റ്റർ മൊത്തം ഇളക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ വേണേൽ ലെവൽ കാണിച്ചു തരാം. 100% പെർഫെക്റ്റ് അല്ലെങ്കിലും ഏകദേശം ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കാണും. എന്നാലും അത്യാവശ്യം ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? 100% പെർഫെക്റ്റ് അല്ല. ഞാൻ വേണമെങ്കിൽ ഇനി ഇത് ചെയ്യാനുള്ള ഒരു വോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഈ ഗ്യാപ്പ് ഉണ്ടോ? ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല വ്യത്യാസമുണ്ട്. അപ്പം സ്കിം ചെയ്യുമ്പോൾ നമുക്കൊരു 1 to 2 മില്ലിമീറ്ററേ കിട്ടത്തുള്ളൂ. ഇവിടെ അത്രയും ഗ്യാപ്പില്ല. നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടില്ല? സ്കിം ചെയ്ത് വന്നപ്പോഴത്തേന് അത്യാവശ്യം നല്ല ലെയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് മേളിൽ, അതായത് ഒരു 2 മില്ലിമീറ്ററോ ഒരു 3 മില്ലിമീറ്ററിനോ മുകളിലാണെങ്കിൽ നമുക്ക് ലെവൽ കിട്ടത്തില്ല. പിന്നെ പ്ലാസ്റ്റർ മൊത്തം ഇളക്കി ബോണ്ടിങ് കോട്ട് ഇട്ടിട്ട് സ്കിം ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ വീക്ക് 4 കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ ഈ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ വീക്ക് 5 ഞാൻ ഇനിയുള്ള വോൾസൊക്കെ ആയിരിക്കും സ്കിം ചെയ്ത് പെയിൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള DIY ടാസ്ക് ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.